ഹായ്, ഗുഡ് മോർണിംഗ്. ട്രാവൽ ടൈൽസ് ബൈ അനു വ്ലോഗ്സിൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വന്നിട്ട് ആദ്യത്തെ ദിവസമാണ്. ആദ്യത്തെ ഒരു വ്ലോഗ് രാവിലെ തന്നെ ഇട്ടു. ഞങ്ങളിപ്പോൾ ഏകദേശം സമയം 10:30 മണിയോളമായി. ഞങ്ങൾ നേരെ വാളകത്തുനിന്ന് തെന്മല എക്കോ ടൂറിസം കാണാൻ വേണ്ടി പോവുകയാണ്. ബിനോച്ചാനും ഫാമിലിയും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലസൻ ചേട്ടനുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോയിൽ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഞങ്ങൾ വാളകത്തുനിന്ന് ഏകദേശം ഒരു 10:30 മണിയായപ്പോൾ യാത്ര തിരിച്ചു. മാത്ര വെഞ്ചേമ് വഴിയാണ് നമ്മൾ പുനലൂരേക്ക് കയറുന്നത്. മാത്ര വെഞ്ചേമ് റോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പുനലൂർ ചെന്ന് നമ്മുടെ ബിനോച്ചാനും ഫാമിലിയും ഏകദേശം തെന്മല ലുക്കൗട്ടിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ലുക്കൗട്ട് മനോഹരമായ ഒരു തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അഞ്ചിൽ നിന്ന് വരുന്നവർക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അപ്പോൾ ആ പോയിന്റിലാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അവിടെ എത്തിയിട്ട് നമ്മൾ ഒരുമിച്ചിട്ടാണ് നേരെ തെന്മല എക്കോ ടൂറിസം കാണാൻ വേണ്ടി പോകുന്നത്. മാത്ര ബെഞ്ചേമ റോഡിൽ നിന്ന് ഞങ്ങളിപ്പോൾ നേരെ അഞ്ചൽ പുനലൂർ ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാണ് അഞ്ചൽ പുനലൂർ ഹൈവേയിലേക്ക് കയറുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ അഞ്ചലേക്ക് പോകും. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പുനലൂർ ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് ഒരു മാർക്കറ്റ് ജംഗ്ഷനാണ്. നമ്മൾ 2 കൊല്ലം മുന്നേ വരുന്ന സമയത്ത് ഈ പമ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പമ്പൊക്കെ ഇപ്പം പുതുതായിട്ട് നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ പച്ചക്കറികളും മത്സ്യങ്ങളൊക്കെ വെക്കുന്ന ചെറിയൊരു മാർക്കറ്റ് ഹബ്ബാണിത്. നമ്മളിപ്പോൾ നേരെ ചെന്ന് കയറുന്നത് പുനലൂർ ജംഗ്ഷനിലേക്കാണ്. ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പുനലൂർ ജംഗ്ഷനിലാണ്. എൻ്റെ വലതുഭാഗത്തത് കാണുന്നതാണ് പുനലൂർ KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയുടെ തെക്കേ അറ്റത്തായിട്ട് കിടക്കുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പുനലൂർ എന്ന് പറയുന്നത്. പുനലൂരിന് ഒരുപാട് ലാൻഡ്മാർക്കുകളുണ്ട്, പ്രത്യേകതകളുണ്ട്. പുനലൂർ തൂക്കുപാലം, അതുപോലെ തന്നെ പുനലൂർ പേപ്പർ മില്ല്, അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പുനലൂർ എന്ന് പറയുന്നത്. ഞങ്ങളിപ്പം പുനലൂരിൽ നിന്ന് തെന്മല റോഡിലേക്കാണ് കയറാൻ പോകുന്നത്. ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങമനാട് കൊട്ടാരക്കര റോഡിലേക്ക് പോകാൻ സാധിക്കും. കൊട്ടാരക്കര പോകേണ്ടവർക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ വലത്തോട്ടാണ് പോകുന്നത്. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തെന്മല കുളത്തൂപ്പുഴ റോഡിലേക്കൊക്കെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ മനോഹരമായ പുനലൂർ ജംഗ്ഷനാണ് ഇപ്പോൾ കാണുന്നത്. ഈ പുനലൂർ കൊല്ലം ജില്ലയുടെ തെക്കേ അറ്റത്തോട്ട് കിടക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ തമിഴ്നാട് സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന പുനലൂർ കഴിഞ്ഞാൽ തെന്മല, തെന്മല കഴിഞ്ഞാൽ ആര്യങ്കാവ്, പിന്നെ തമിഴ്നാടാണ്. തമിഴ്നാട് സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. മനോഹരമായ പുനലൂർ തൂക്കുപാലമാണ് എൻ്റെ ഇടതുഭാഗത്ത് കാണാൻ കഴിയുന്നത്. പുനലൂർ തൂക്കുപാലത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ വെക്കേഷൻ പോകുന്നതിന് മുൻപ് തന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പുനലൂർ തൂക്കുപാലമാണ് എൻ്റെ ഇടതുഭാഗത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുനലൂർ തൂക്കുപാലമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തെന്മലയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശബരിമല പോകുന്ന റൂട്ടിലേക്ക് പോകാൻ കഴിയും. നമുക്ക് പോകേണ്ടത് നേരെയാണ് തെന്മല റൂട്ടിലേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. തെന്മല ചെന്നിട്ട് അല്ലെങ്കിൽ ലുക്കൗട്ടിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. നമ്മളിപ്പോൾ പുനലൂരിൽ നിന്ന് തെന്മലയിലേക്കുള്ള യാത്രയിലാണ്. മനോഹരമായ തെന്മലയുടെ മനോഹര ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെന്മലയിലേക്ക് അല്ലെങ്കിൽ ആര്യങ്കാവിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളൊരു വനാതിർത്തിയിലേക്ക് കയറുന്നൊരു ഫീലിങ്സാണ്. 2 സൈഡും വലിയ വലിയ മരങ്ങളും കാടുകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. നല്ലൊരു പച്ചപ്പും ഹരിതാപവും ഒക്കെ നമുക്ക് ഈ ഒരു തെന്മല, ആര്യങ്കാവ് അല്ലെങ്കിൽ ഈ റാന്നി, കോന്നി, എരുമേലി റോഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പോകുന്നത് തെന്മല എക്കോ ടൂറിസം കാണാൻ വേണ്ടിയിട്ടാണ്. എക്കോ ടൂറിസം എത്തുന്നതിന് മുൻപ് തന്നെയാണ് നമ്മളെ ലുക്കൗട്ട് സ്ഥിതി ചെയ്യുന്നത്. ലുക്കൗട്ട് എത്തിയിട്ട് അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടാണ് എടുക്കുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഈ 2 പാർട്ടായിട്ട് എടുക്കുന്നത്. നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് തെന്മലയിലെ ലുക്കൗട്ട് പോയിന്റിലാണ്. മനോഹരമായ ലുക്കൗട്ട് പോയിന്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിനോച്ചാനും ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ബ്ലസൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് തെന്മല ഇക്കോ ടൂറിസം കാണാൻ വേണ്ടി പോകുന്നത്. തെന്മല ലുക്കൗട്ടിനെ കുറിച്ച് 2 വാക്ക് പറയുകയാണെങ്കിൽ, ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാൻഡ് ഇക്കോ ടൂറിസം കേന്ദ്രമായ തെന്മലയുടെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റുകളിൽ ഒന്നാണിത്. ഇവിടെ നിന്ന് പശ്ചിമഘട്ട മലനിരകളുടെയും കാടുകളുടെയും അതിമനോഹരമായ കാഴ്ച നമുക്ക് ആസ്വദിക്കാം. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ടൂറിസം വികസിപ്പിച്ച മികച്ച ഉദാഹരണമാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ കേരളത്തിലെത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ തെന്മലയിലെ ലുക്കൗട്ട് പോയിന്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്.
തെന്മല ലുക്കൗട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് തെന്മല ഇക്കോ ടൂറിസം കാണുന്നതിന് വേണ്ടിയാണ്. ഇക്കോ ടൂറിസത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത്. പോകുന്ന വഴിക്ക് ബ്ലസൻ ചേട്ടനെയും പിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇക്കോ ടൂറിസം കാണാൻ പോകേണ്ടത്. അദ്ദേഹം രാവിലെ തന്നെ ഇതിനുള്ള ക്രമീകരണങ്ങളും അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം ജനിച്ചു വളർന്നൊരു സ്ഥലമാണ്. അതിനുപരി ഇക്കോ ടൂറിസത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകളെ അദ്ദേഹത്തിന് പരിചയമുണ്ട്. ഈ മനോഹരമായ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയാവുന്നതാണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതൊക്കെ തിരുത്തിക്കൊണ്ട് അടുത്ത വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കും. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3 ആയിട്ടൊക്കെ എടുക്കുന്നത്. പാർട്ട് 1 ഇവിടെ പര്യവസാനിക്കുകയാണ്. പാർട്ട് 2ലും പാർട്ട് 3ലും നമ്മൾ ഇക്കോ ടൂറിസത്തിൻ്റെ വിശേഷങ്ങളും മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മനോഹരമായ അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.